നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ എക്സൈസ് പരിശോധന ശക്തം. 3 മാസത്തിനിടെ പിടിച്ചത് 23.69 കിലോ കഞ്ചാവ്. എക്സൈസ് നടത്തിയത് 3426 പരിശോധനകൾ. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിരോധമുയർത്തണമെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. കുത്തക കമ്പനികൾക്ക് വേണ്ടി മനഃപൂർവ്വം കാർഷിക വിളകളുടെ വിലയിടിക്കുകയാണെന്നും ധനമന്ത്രി. പൊൻകുന്നത്ത് ഫാസിസ്റ്റ് വിരുദ്ധ ജനകീയ സംഗമം. വിമോചന സമരം വർഗീയതയ്ക്ക് തുടക്കമിട്ടെന്ന് M സ്വരാജ്. വാർത്തകൾ വിശദമായി. കോട്ടയം ജില്ലയിൽ ലഹരി മാഫിയയ്ക്കെതിരെ ശക്തമായ നടപടികളുമായി എക്സൈസും പോലീസും. എക്സൈസിന്റെ പരിശോധനയിൽ 3 മാസത്തിനിടെ 23.69 കിലോ കഞ്ചാവ് പിടികൂടി. എക്സൈസും പോലീസും വനം വകുപ്പും ചേർന്ന് 103 പരിശോധനകളും എക്സൈസ് വകുപ്പ് മാത്രം 3426 പരിശോധനകളും നടത്തി. 3 മാസത്തിനിടെ ജില്ലയിൽ എക്സൈസും പോലീസും വനം വകുപ്പും നടത്തിയ പരിശോധനയിൽ 23.69 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. എക്സൈസും പോലീസും വനം വകുപ്പും ചേർന്ന് 103 പരിശോധനകളും എക്സൈസ് വകുപ്പ് 3426 പരിശോധനകളും നടത്തി. ഒരു കഞ്ചാവ് ചെടി, 52 ഗ്രാം ഹെറോയിൻ, 200 ഗ്രാം ബ്രൗൺ ഷുഗർ, 15 ഗ്രാം ഹാഷിഷ് ഓയിൽ, 517 മില്ലിഗ്രാം MDMA, 5.71 ഗ്രാം മെത്താംഫിറ്റമിൻ, 26.85 ഗ്രാം നൈട്രോസെപ്പാം, 40 മില്ലി ലിറ്റർ മെഫൈൻഡർമിൻ സൾഫേറ്റ് എന്നിവ പിടിച്ചെടുത്തു. 949.72 ലിറ്റർ വിദേശ മദ്യം, 15.10 ലിറ്റർ ചാരായം, 11.1125 ലിറ്റർ വാഷ്, 18.85 ലിറ്റർ അനധികൃത മദ്യം, 81.05 ലിറ്റർ ബിയർ, 88 ലിറ്റർ കള്ള്, 108.12 കിലോ പുകയില ഉൽപ്പന്നങ്ങൾ, 12 വാഹനങ്ങൾ എന്നിവയും പിടിച്ചെടുത്തു. 519 അബ്കാരി കേസും 301 NDPS കേസും 2056 കോഡ്പ കേസും രജിസ്റ്റർ ചെയ്തു. 825 പേർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു. 807 പേരെ അറസ്റ്റ് ചെയ്തു. കോഡ്പ പിഴയിനത്തിൽ 4.11 ലക്ഷം രൂപ ഈടാക്കി. 11,662 വാഹനങ്ങൾ പരിശോധിച്ചു. അതേസമയം ക്രിസ്മസ് പുതുവത്സരത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പ് ജില്ലയിലും താലൂക്കുകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രത്യേക കൺട്രോൾ റൂമുകൾ തുറന്നു. ജില്ലയിലെ പ്രധാന റോഡുകളിൽ ഹൈവേ പട്രോളിംഗ് സ്ക്വാഡ് 24 മണിക്കൂറും വാഹന പരിശോധന നടത്തും. അടിയന്തര ഘട്ടങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് ജില്ലാ തലത്തിൽ മേഖല തിരിച്ച് 2 സ്ട്രൈക്കിംഗ് ഫോഴ്സ് ടീമും സജ്ജമാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിരോധമുയർത്തണമെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. കേരള കർഷക സംഘം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കാർഷിക സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധമുയർത്തണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം മന്ത്രി KN ബാലഗോപാൽ. CPM കോട്ടയം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കേരള കർഷക സംഘം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കാർഷിക സെമിനാർ കർഷകരുടെ സമരക്കനൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധമുയർത്തുന്നതിനൊപ്പം ബദൽ മാർഗങ്ങളും നടപ്പാക്കണം. കൂടുതൽ വ്യത്യസ്ത വിളകൾ കൃഷി ചെയ്യുകയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. എല്ലാ പ്രതിസന്ധികൾ ിടയിലും സംസ്ഥാന സർക്കാർ കർഷകരെ സഹായിക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അവിടെയും കേന്ദ്ര നയങ്ങൾ വിലങ്ങുതടിയാകുന്നുണ്ടെന്നും KN ബാലഗോപാൽ പറഞ്ഞു. കാർഷിക മേഖല നമുക്കറിയാം, വ്യാവസായിക മേഖലയുടെയോ മറ്റ് സർവീസ് മേഖലയുടെയോ അത്ര വരുമാനം ഉണ്ടാക്കുന്ന ഒന്നല്ല. പ്രത്യേകിച്ചും കാർഷിക മേഖലയുടെ പ്രാഥമികമായ വളർച്ചയ്ക്ക് ശേഷം വ്യവസായം ശക്തിപ്പെട്ടതിനെ തുടർന്ന്. എന്നാൽ കാർഷിക മേഖല നല്ലതുപോലെ മനുഷ്യന് ജീവിക്കാൻ പിന്തുണ നൽകുന്ന ഒരു മേഖല തന്നെയായിരുന്നു. അത് കഴിഞ്ഞ കുറച്ച് വർഷമായി വലിയ തോതിൽ ആ മേഖലയിൽ ഇതിൽ നിന്ന് വരുമാനം കിട്ടി ജീവിക്കുന്ന ആളുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇന്ത്യയിലാകെ കർഷകരുടെ സമരത്തിൻ്റെ അതിശക്തമായിട്ടുള്ള വളരെ വലിയ മുന്നേറ്റങ്ങൾ ഉയർന്നു വരുന്നത്. ജോസ് കെ മാണി MP മുഖ്യാതിഥിയായി. CPI ജില്ലാ സെക്രട്ടറി VB ബിനു, മറ്റ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാല. പൊൻകുന്നത്ത് ഫാസിസ്റ്റ് വിരുദ്ധ ജനകീയ സംഗമം നടത്തി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. വിമോചന സമരം വർഗീയതയ്ക്ക് തുടക്കമിട്ടെന്ന് M സ്വരാജ് പറഞ്ഞു. കേരളത്തിൽ വർഗീയ ചിന്തകൾക്ക് തുടക്കമിടാൻ വിമോചന സമരം കാരണമായെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്. ആ സമരത്തിൽ കോൺഗ്രസ് സംഘപരിവാറുമായി ചേർന്നെന്നും ഭൂരിപക്ഷ വർഗീയത പടർത്തുവാൻ കോൺഗ്രസ് കൂട്ടുനിന്നെന്നും അദ്ദേഹം പറഞ്ഞു.
CPIM ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായി പൊൻകുന്നത്ത് നടന്ന ഫാസിസ്റ്റ് വിരുദ്ധ ജനകീയ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയതയ്ക്ക് ഇന്ത്യൻ ചരിത്രത്തിലെങ്ങും സ്ഥാനമുണ്ടായിട്ടില്ലെന്നും അധികാരത്തിന് വേണ്ടി മതം ഉപയോഗിച്ചപ്പോൾ മുതലാണ് ഇന്ത്യയിൽ വർഗീയത ഉണ്ടായതെന്നും M. സ്വരാജ് കൂട്ടിച്ചേർത്തു. 1960-ലാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് കേരളത്തിൽ RSSും കോൺഗ്രസും കൈകോർത്ത് പിടിച്ച് പരസ്യമായി സംയുക്ത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചത് EMSനെ തോൽപ്പിക്കാനായി. പക്ഷേ പട്ടാമ്പിയിലെ ജനങ്ങൾ ഈ വർഗീയ വലതുപക്ഷ സഖ്യത്തെ വോട്ട് ചെയ്ത് തോൽപ്പിച്ച് EMSനെ വിജയിപ്പിച്ചു എന്നത് കേരളത്തിന്റെ മതനിരപേക്ഷ ചരിത്രത്തിൽ തിളങ്ങുന്ന ഒരു അധ്യായമാണ്. CPM മുതിർന്ന നേതാവ് വൈക്കം വിശ്വൻ, ജില്ലാ സെക്രട്ടറി AV റസൽ, സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K. അനിൽകുമാർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് റെജി സക്കറിയ, വാഴൂർ ഏരിയ സെക്രട്ടറി VG ലാൽ, കോട്ടയം ഏരിയ സെക്രട്ടറി B. ശശികുമാർ, ജില്ലാ കമ്മിറ്റി അംഗം ഗിരീഷ് S. നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാടശേഖരത്തെ വെള്ളം വറ്റിക്കുന്നതിനുള്ള പമ്പ് സെറ്റ് തകരാറിലായതിനെ തുടർന്ന് നീണ്ടൂരിൽ 130 ഏക്കറിലെ നെൽകൃഷി വെള്ളത്തിലായി. വായ്പയെടുത്തും നിലം പാട്ടത്തിനെടുത്തുമൊക്കെ കൃഷി ചെയ്യുന്ന 60ഓളം കർഷകർ കടുത്ത പ്രതിസന്ധിയിലാണ്. നീണ്ടൂർ പഞ്ചായത്തിലെ കൈപ്പുഴക്കരി പാടശേഖരത്തിലെ 130-ലധികം ഏക്കർ നിലത്തെ നെൽകൃഷിയാണ് വെള്ളം കയറി നാശത്തിന്റെ വക്കിലായത്. 2 മാസം മുൻപ് ഇവിടെ കൃഷി ഇറക്കിയ നെൽച്ചെടി വെള്ളം വറ്റിക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് നശിച്ചിരുന്നു. തുടർന്ന് കർഷകർ ബാങ്കുകളിൽ നിന്നും മറ്റും പണം വായ്പയെടുത്താണ് രണ്ടാമത് കൃഷി ഇറക്കിയത്. പമ്പ് തകരാർ മൂലം പാടത്ത് വെള്ളം കെട്ടി നിന്ന് ഈ കൃഷിയും ഇപ്പോൾ നാശത്തിന്റെ വക്കിലാണ്. 60-ലധികം കർഷകരാണ് സ്ഥലം പാട്ടത്തിനെടുത്തും അല്ലാതെയുമായി ഇവിടെ കൃഷി ഇറക്കിയിരിക്കുന്നത്. കൃഷിക്കാരന് 1 ഏക്കറിനായിട്ട് 30,000 രൂപ താഴെ ഇപ്പോൾ മുടക്കുണ്ട്. അതായത് വെള്ളം കണ്ടടിക്കുന്നത്, മരുന്നടിക്കുന്നത്, ചെറിയ മരുന്നടിക്കുന്നത്, അങ്ങനെ ഞങ്ങൾ ഈ ചെറിയ ഒതളുകൾ അടയ്ക്കുക, ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും ചെയ്ത് ഇത്രയും പൈസ മുടക്കിയാണിത്. നമ്മളിപ്പോൾ ഈ ആദ്യത്തെ പദ്ധതി എന്നെ സംബന്ധിച്ച് ഞാനും ഇതിനകത്ത് കൃഷി ചെയ്യുന്നുണ്ട്. എൻ്റെ ഉണ്ടായിരുന്ന മാല വരെ പണയം വെച്ചിട്ടാണ് നമ്മളിത് കൃഷി ഇറക്കിയത്. ആദ്യത്തെ കൃഷി മൊത്തം പോയി, പാടെ പോയി. രണ്ടാമത് ഞങ്ങൾ വീണ്ടും അതേപോലെ തന്നെ ഒന്നാമത് എത്രത്തോളം നമ്മൾ വിത്ത് വിതയ്ക്കുന്നു അത്രയും വിത്ത് മേടിച്ചാണ് അടുത്ത് വിതച്ചിരിക്കുന്നത്. അടുത്ത് വിതച്ച് വിത മാറിയപ്പോൾ അടുത്ത മോട്ടറും കത്തിപ്പോയി. ആദ്യം ഒരു മോട്ടർ കേടായിപ്പോയി, അതുണ്ടാക്കി വന്ന് അടുത്ത മോട്ടർ ഇപ്പോൾ രണ്ടാമത് കത്തിയിരിക്കുക. അതും 50 HP മോട്ടർ തന്നെയാണ് കത്തിപ്പോയിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമതും ദിവസം സാറ് കാണുമ്പോൾ വെള്ളം മൂടിക്കിടക്കുക. അതിനുശേഷം ഇപ്പോൾ വേറെ ഒരു 30ൻ്റെ മോട്ടർ ഇവർ തന്നെ അഡീഷണൽ കൊണ്ടുവന്ന് വെച്ചിപ്പോൾ വെള്ളം പറ്റിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും ഇത് സക്സസ്ഫുൾ ആകത്തില്ല. ഒരു വർഷം ഈ പാടശേഖരത്തിൽ നിന്ന് ശരാശരി 2600 ക്വിന്റൽ നെല്ലാണ് ഉൽപ്പാദിപ്പിച്ചിരുന്നത്. 2018-ൽ പ്രധാനമന്ത്രി കിസാൻ പദ്ധതിയിൽപ്പെടുത്തി പാടശേഖരത്തിന് ചുറ്റും ബണ്ട് നിർമ്മിക്കാൻ 2.5 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇതേ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാടശേഖരത്തിന് ചുറ്റും സ്ഥാപിച്ചിരുന്ന സംരക്ഷണ കവചം പൊളിച്ചു മാറ്റുകയും ചെയ്തു. എന്നാൽ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ പിടിവാശികൾ മൂലം പദ്ധതി നിന്നുപോയതായി കർഷകർ പറയുന്നു. തുടർന്ന് സർക്കാർ KLDC പദ്ധതി പ്രകാരം പാടത്ത് വെള്ളത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നതിനായി 50 HP-യുടെ പമ്പ് സെറ്റ് അനുവദിച്ചു. എന്നാൽ സ്ഥാപിച്ച 15 ദിവസം പിന്നിട്ടപ്പോഴേക്കും പമ്പ് സെറ്റ് പണിമുടക്കി. കർഷകർ മുൻകൈയെടുത്ത് പമ്പ് സെറ്റ് നന്നാക്കി. എന്നാൽ പാടശേഖരത്തിലേക്ക് വഴിയില്ലാത്തതിനാലും കനാലിൽ പോളയും പുല്ലും നിറഞ്ഞ് വള്ളം പോലും പോകാൻ പറ്റാത്തതിനാലും പമ്പ് സെറ്റ് തിരികെ എത്തിച്ച് സ്ഥാപിക്കാൻ കഴിയുന്നില്ല. പാടത്തെ വെള്ളക്കെട്ട് ഒരാഴ്ച കൂടി തുടർന്നാൽ 130 ഏക്കറിലെയും നെൽകൃഷി വീണ്ടും നശിക്കുമെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സപ്തദിന ക്യാമ്പ് സമാപിച്ചു. വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ക്ലാസുകളും ജനസമ്പർക്ക പരിപാടികളും നടന്നു. ചിറക്കടവ് പൊന്നൽകുന്ന് VSUP സ്കൂളിൽ നടന്നു വന്നിരുന്ന പൊൻകുന്നം വൊക്കേഷണൽ സ്കൂളിന്റെ സപ്തദിന ക്യാമ്പ് തളിര് 2024 സമാപിച്ചു. സുസ്ഥിര വികസനത്തിന് NSS യുവത എന്ന സന്ദേശവുമായി നടന്ന ക്യാമ്പ് സംഘടന മികവിൽ ഏറെ ശ്രദ്ധ നേടി. ഡിസംബർ 22-നാണ് ക്യാമ്പ് തുടങ്ങിയത്. സമാപന സമ്മേളനത്തിൽ ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ അധ്യക്ഷനായി. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ നിർമ്മിക്കുന്ന ടെലിഫിലിമിന്റെ സ്വിച്ച് ഓൺ കർമ്മം ജില്ലാ പഞ്ചായത്ത് അംഗം TN ഗിരീഷ് കുമാർ നിർവഹിച്ചു. മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി പൊൻകുന്നം VHSSന്റെ ക്യാമ്പിന്റെ തനതു പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഉണർവ് എന്ന പേരിൽ ടെലിഫിലിം നിർമ്മിച്ചത്. NSS ക്യാമ്പ് കുട്ടികളുടെ വെറുമൊരു ക്യാമ്പ് മാത്രമാകാതെ കഴിഞ്ഞ 1 വർഷക്കാലമായി ഒപ്പമുള്ള സഹപാഠിയെ സഹവാസത്തിലൂടെ അടുത്തറിയാനും അടുത്തിടപെടാൻ കഴിഞ്ഞതും വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി നടന്ന ക്ലാസുകളും ജനസമ്പർക്ക
കലാപരിപാടികളും വിവിധ ചുമതലകൾ ഏറ്റെടുത്ത് അവ ഭംഗിയായി നടത്തുവാൻ കഴിഞ്ഞതും കുട്ടികൾക്ക് ആത്മവിശ്വാസവും കരുത്തും പകർന്നതായി അധ്യാപകർ പറഞ്ഞു. ലഹരിക്കെതിരെ ബോധവൽക്കരണം, പച്ചക്കറിത്തോട്ട നിർമ്മാണം, സ്നേഹ സന്ദർശനത്തിന്റെ ഭാഗമായി വൃദ്ധരായ ആളുകളെ വീടുകളിൽ പോയി സന്ദർശിച്ച് സ്വാന്തനമേകൽ എന്നിങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കാഴ്ചക്കാർക്ക് വ്യത്യസ്ത അനുഭവം പകർന്ന് കോട്ടയത്ത് നടക്കുന്ന മറൈൻ മിറാക്കിൾസ്. അക്രലിക് അക്വേറിയവും ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള വിദേശികളും സ്വദേശികളുമായ മത്സ്യങ്ങൾ ഉള്ള ടണൽ അക്വേറിയവും ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. അക്ഷരനഗരിയിൽ ആദ്യമായി എത്തിയ മറൈൻ മിറാക്കിൾസ് കാഴ്ചക്കാർക്ക് കൗതുക കാഴ്ചയാകുന്നു. ഫിലിപ്പീൻസിൽ നിന്നുള്ള മത്സ്യകന്യകമാർ, അക്രലിക് അക്വേറിയം, ടണൽ അക്വേറിയം എന്നിവയെല്ലാം കൗതുകം നിറഞ്ഞതാണ്. ആസ്വാദകരെ അഭിവാദ്യം ചെയ്യുന്ന മത്സ്യകന്യകമാർ കോട്ടയത്തിന് പുതുമയായി മാറി. വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഡബിൾ അക്രലിക് അക്വേറിയത്തിൽ അണ്ടർ വാട്ടർ സൂ റൈൻ എക്സ്പോ 3D അനുഭവമാണ് സമ്മാനിക്കുന്നത്. വിവിധ വർണ്ണങ്ങളിലുള്ള ഡിസ്കസ്, കണ്ട്, മാവായ തിരളി തുടങ്ങി 1000-ൽ പരം മീനുകൾ അക്വേറിയത്തിലുണ്ട്. റോബോട്ടിക്സിന്റെയും നിർമ്മിത ബുദ്ധിയുടെയും കൗതുക കാഴ്ചകളുമായി റോബോ നായ്ക്കുട്ടിയും കുട്ടികളുടെയും മുതിർന്നവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നു. ഓടുകയും ചാടുകയും വിളിച്ചാൽ വിളികേൾക്കുകയും ചെയ്യുന്ന റോബോ നായ്ക്കുട്ടിയാണ് മേളയിലെ പ്രധാന ആകർഷണം. ബെൻബെൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ റോബോട്ടിന് മാർക്കറ്റിൽ 5 ലക്ഷത്തോളം രൂപ വില വരും. കോയമ്പത്തൂർ ആസ്ഥാനമായ റോബോ മിറാക്കിൾ ടെക്നോളജി ലിമിറ്റഡ് ആണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും ഗൃഹോപകരണങ്ങളും റെഡിമെയ്ഡ് വസ്ത്രങ്ങളും മറൈൻ മിറാക്കിൾസിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. A2Z ഇവന്റ്സ്, ഫൺ വേൾഡ് അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയും ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കുന്നു. ഞായറാഴ്ചയും അവധി ദിവസങ്ങളിലും 11 മണി മുതൽ രാത്രി 9 മണി വരെയും മറ്റ് ദിവസങ്ങളിൽ 2 മണി മുതൽ 9 മണി വരെയുമാണ് പ്രദർശനം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ആർ ശ്രീജിത്തിന് സ്വർണ്ണ നേട്ടം. തുടർച്ചയായി 3-ാം വർഷമാണ് ശ്രീജിത്ത് സ്വർണം സ്വന്തമാക്കുന്നത്. സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റുമാനൂർ ചെറുവണ്ടൂർ ശ്രീപതി CVN കളരിയിലെ ആർ ശ്രീജിത്തിന് തുടർച്ചയായി 3-ാം വർഷവും സ്വർണ്ണ നേട്ടം. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിലാണ് ശ്രീജിത്തിന് ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയത്. 80 കിലോയിൽ താഴെയുള്ള സീനിയർ പുരുഷ വിഭാഗം ഫ്രീ ഹാൻഡ് ഫൈറ്റിലാണ് ശ്രീജിത്ത് മത്സരിച്ചത്. ഈ ഇനത്തിൽ തുടർച്ചയായി 3-ാം വർഷമാണ് ശ്രീജിത്ത് ഗോൾഡ് മെഡൽ സ്വന്തമാക്കുന്നത്. ചെറുവണ്ടൂർ KG മുരളീധര ഗുരുക്കൾ സ്ഥാപിച്ച ശ്രീപതി CVN കളരിയിലെ മുഖ്യ പരിശീലകനും മുൻ കളരി ചാമ്പ്യനും പോലീസ് സബ് ഇൻസ്പെക്ടറുമായ മനോജ് മുരളീധര ഗുരുക്കളുടെയും സഹോദരൻ ബിജു മുരളീധര ഗുരുക്കളുടെയും കീഴിലാണ് ശ്രീജിത്ത് പരിശീലനം നേടിയത്. 8-ാം ക്ലാസ് മുതൽ ചെറുവണ്ടൂർ ശ്രീപതി CVN കളരിയിൽ നിന്നും ശ്രീജിത്ത് കളരി അഭ്യസിച്ചിരുന്നു. ഏറ്റുമാനൂർ സരസ്വതി മന്ദിരം വീട്ടിൽ രാജുവിന്റെയും ശ്രീദേവിയുടെയും മകനാണ് ശ്രീജിത്ത്. 65 കിലോയിൽ താഴെയുള്ള സീനിയർ പുരുഷ വിഭാഗം ഫ്രീ ഹാൻഡ് ഫൈറ്റിൽ ചിറക്കൽ കളരിയിലെ ഗോവിന്ദ് റാം ഗോൾഡ് മെഡലും 60 കിലോയിൽ താഴെയുള്ള സീനിയർ പെൺകുട്ടികളുടെ ഫ്രീ ഹാൻഡ് ഫൈറ്റ് വിഭാഗത്തിൽ SVS കളരി സംഘത്തിലെ വൈഷ്ണവി സിൽവർ മെഡലും കരസ്ഥമാക്കി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ KSRTC ഡിപ്പോയിൽ നിന്നുള്ള ദീർഘദൂര ബസ് സർവീസുകൾ നിർത്തലാക്കിയത് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. യൂത്ത് ഫ്രണ്ടും BMS എന്നീ സംഘടനകളാണ് പ്രതിഷേധം ഉയർത്തിയത്.
പാലാ KSRTC ഡിപ്പോയിൽ നിന്നുള്ള ദീർഘദൂര ബസ് സർവീസുകൾ നിർത്തലാക്കുന്നത് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ഫ്രണ്ട് എമ്മിന്റെയും BMSന്റെയും നേതൃത്വത്തിൽ ഡിപ്പോയിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. കേരളത്തിലെ തന്നെ മറ്റു ഡിപ്പോകൾക്ക് മാതൃകയായിരുന്ന പാലാ KSRTC ഡിപ്പോയുടെ സൂപ്പർ ക്ലാസ് സർവീസുകൾ ഒന്നൊന്നായും ചെയിൻ സർവീസുകൾ ഭാഗികമായും തുടരെ ഇല്ലാതാക്കുവാൻ മേലുദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ഡിപ്പോ അധികൃതർ കൂട്ടുനിൽക്കുന്നതായി കേരള യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന പ്രസിഡന്റ് സിറിയക് ചാഴിക്കാടൻ പറഞ്ഞു. യൂത്ത് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ പാലായുടെ ഏറ്റവും അഭിമാനമായിരുന്ന KSRTC അതിന്റെ പ്രവർത്തനങ്ങൾ ബസ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ പാലാ ഡിപ്പോ എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും അഭിമാനകരമായിരുന്ന ഒരു ഡിപ്പോയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ പാലായിൽ നിന്നും 104 സർവീസുകൾ കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും നടന്നിരുന്നുവെങ്കിൽ ഇന്നത് ഏതാണ്ട് 60 സർവീസുകളിലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യമായിരിക്കും. എന്തുകൊണ്ടാണ് പാലാ ഇത്രമാത്രം ശ്രദ്ധാകേന്ദ്രമായി മാറുക? ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നമ്മുടെ ബ്രില്യന്റ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഏതാണ്ട് 50,000-ൽ പരം വരുന്ന വിദ്യാർത്ഥികൾ എല്ലാ ആഴ്ചയിലും പാലായിൽ വന്നു പോകുന്നു എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു കണക്ക്. നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് കുട്ടി വരികയിൽ അധ്യക്ഷനായി. ഷാജു തുരുത്തൻ, ടോബിൻ K. അലക്സ്, രാജേഷ് മാളിപ്ലാക്കൽ, സാജൻ തൊടുക, സുനിൽ പയ്യപ്പള്ളി, മനു തെക്കേൽ, സിജോ പ്ലാത്തോട്ടം, ടോബി തൈപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. BMSന്റെ നേതൃത്വത്തിൽ നടത്തിയ ധർണ സംസ്ഥാന ജനറൽ സെക്രട്ടറി S. അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. KSRTCയുടെ മൂലധനം ബസ്സാണ്. KSRTCയുടെ മൂലധനം നഷ്ടപ്പെട്ടാൽ, ഈ മൂലധനം നമുക്ക് നഷ്ടപ്പെട്ടാൽ ഈ സ്ഥാപനം അമ്പേ അടച്ചുപൂട്ടും. യാതൊരു തർക്കവുമില്ല. ഇത് ഞങ്ങൾ ഉന്നയിക്കുന്നത് ആരോപണങ്ങളോ പ്രത്യാരോപണങ്ങളോ അല്ലെങ്കിൽ മറ്റ് ട്രേഡ് യൂണിയൻകാരെ കളിയാക്കുന്നതോ ഒന്നുമല്ല. ഞങ്ങൾ നടത്തുന്നത് അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടം അത് പൊതുജനങ്ങളെയും KSRTCയുടെ തൊഴിലാളികളെയും മനസ്സിലാക്കിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഇത്തരം പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് VV മനോജ് അധ്യക്ഷനായി. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ജോർജ് സെബാസ്റ്റ്യൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീജേഷ് മണ്ഡപം, ജില്ലാ സെക്രട്ടറി KR സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്: അപേക്ഷകൾ തീർപ്പാക്കാനായി കോട്ടയം RT ഓഫീസിൽ അദാലത്ത് സംഘടിപ്പിക്കുന്നു. നവംബർ 31 വരെ കോട്ടയം ട്രാൻസ്പോർട്ട് ഓഫീസിൽ സമർപ്പിച്ച നാളിതുവരെ തീർപ്പാക്കാത്ത അപേക്ഷകളിൽ തുടർ നടപടിയെടുക്കാനാണ് അദാലത്ത്. ജനുവരി 8, 9, 10 തീയതികളിൽ കോട്ടയം RT ഓഫീസിലാണ് ഫയൽ തീർപ്പാക്കൽ അദാലത്ത് നടക്കുക. വാഹന ഉടമകൾ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് RTO അറിയിച്ചു. ചങ്ങനാശ്ശേരി ഗവൺമെന്റ് വനിതാ ITയിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ട്രേഡിൽ ഇൻസ്ട്രക്ടറുടെ താൽക്കാലിക ഒഴിവുണ്ട്. കമ്പ്യൂട്ടർ സയൻസിൽ BVOC അല്ലെങ്കിൽ ഡിഗ്രിയും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ കോപ്പ ട്രേഡിൽ NTC NICയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. യോഗ്യരായവർ ഡിസംബർ 31 രാവിലെ 11 അസൽ സർട്ടിഫിക്കറ്റുകളുമായി ചങ്ങനാശ്ശേരി ഗവൺമെന്റ് വനിതാ ITയിലെത്തണം. വിവരങ്ങൾക്ക് ഫോൺ 6238872127. പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് നടപ്പാക്കുന്ന പരമ്പരാഗത മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ധനസഹായ പദ്ധതിക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കൂടരുത്. 60 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. www.bwin.kerala.gov.in എന്ന പോർട്ടൽ മുഖേന ഓൺലൈനായി ജനുവരി 10 വരെ അപേക്ഷ നൽകാം. വിവരങ്ങൾക്ക് ഫോൺ 0484-2983-130. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ജില്ലയിൽ എക്സൈസ് പരിശോധന ശക്തം. 3 മാസത്തിനിടെ പിടിച്ചത് 23.69 കിലോ കഞ്ചാവ്. എക്സൈസ് നടത്തിയത് 3426 പരിശോധനകൾ. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിരോധമുയർത്തണമെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. കുത്തക കമ്പനികൾക്ക് വേണ്ടി മനഃപൂർവ്വം കാർഷിക വിളകളുടെ വിലയിടിക്കുകയാണെന്നും ധനമന്ത്രി. പൊൻകുന്നത്ത് ഫാസിസ്റ്റ് വിരുദ്ധ ജനകീയ സംഗമം. വിമോചന സമരം വർഗീയതയ്ക്ക് തുടക്കമിട്ടെന്ന് M. സ്വരാജ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.